ഹലോ ഓൾ, വെൽക്കം ടു മിക്സ് ഓഫ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ബീഫ് പാൽക്കറിയും പിടിയും. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യൂ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1 LB ബീഫാണ് എടുത്തിരിക്കുന്നത്. 1 LB എന്ന് പറയുമ്പോൾ ഒരു 1/2 കിലോയ്ക്ക് അടുത്ത് വരും. അത് ഇങ്ങനെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1.5 സവാളയാണ്. 1/2 കിലോ ബീഫ് ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് സവാള മതി. ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എത്ര ഇടുന്നു അത്രയും ടേസ്റ്റ് കൂടും. പിന്നെ ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ഈ കറിക്ക് എല്ലാം കുറച്ച് കൂടുതലായിട്ട് വേണം. ഒരു കുടത്തിൻ്റെ പകുതി കറിക്കും പകുതി പിടി ഉണ്ടാക്കുമ്പോൾ ഇടാനുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഇഞ്ചി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നീളത്തിനാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പൊട്ടറ്റോ ബീഫിലിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇത് എടുത്തേക്കുന്നത്. പിന്നെ മെയിനായിട്ട് വേണ്ടത്, ഇതൊരു പാൽക്കറി ആണല്ലോ, അപ്പം തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാൽ, 1-ാം പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് 2-ാം പാലാക്കി ചേർക്കണം. കുറച്ച് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഡൈലൂട്ടാക്കി എടുക്കാം. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ അനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ഇതുപോലെയുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഞാൻ ഒരു 1.5 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബീഫ് ഒരു കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നിങ്ങൾക്ക് ഒത്തിരി സമയം ഉണ്ടെങ്കിൽ അല്ലാതെയും ചെയ്യാം. ബീഫിന് നല്ല വേവുള്ള ഒരു ഐറ്റമാണ്, അതുകൊണ്ടാണ് ഞാൻ കുക്കർ എടുക്കുന്നത്. ബീഫ് നല്ലതുപോലെ കഴുകി അതിലുള്ള എന്താ പറയുക, അഴുക്കെല്ലാം കഴുകി നല്ല ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം വെക്കണം. കുറച്ചധികം വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക. തിളച്ച വെള്ളം വേണം നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട്. ബീഫിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും പിന്നെ ബാക്കിയിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ പകുതി ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കും. ഇങ്ങനെ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. ബീഫ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ചിടുന്നത്. എല്ലാം കുറച്ച് മതി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറിയൊന്നുമല്ല. നിങ്ങൾ അതനുസരിച്ച് ഇപ്പോൾ പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ നല്ല സ്പൈസി ആയിട്ട് കിട്ടും. ഇതിലേക്ക് കുറച്ച് സവാള, ഇതിപ്പോൾ 1/2 കിലോ ആണല്ലോ, ഞാനിപ്പോൾ ഒരു 1/2 പീസ് സവാള ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചേർക്കുക, ഒരു 4-5 എണ്ണം. ചെറിയ ഉള്ളി എത്രത്തോളം ചേർക്കാമോ അത് ടേസ്റ്റാണ്. സമയമുള്ള അനുസരിച്ച് എല്ലാം റെഡിയാക്കി എടുക്കൂ. പലർക്കും മടിയാണ് ചെറിയ ഉള്ളി തൊണ്ട് കളഞ്ഞെടുക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് നല്ലതുപോലെ തിരുമ്മിക്കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളി എല്ലാം നല്ലതുപോലെ, ഈ പൊടികളും എല്ലാം നല്ലതുപോലെ
നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഉപ്പും. ബാക്കി എല്ലാ പൊടികളും നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്താണ് ചേർക്കുന്നത്. എല്ലാം ഞാൻ ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ കുഞ്ഞിനെയൊക്കെ എടുക്കേണ്ടതുകൊണ്ടാണ് ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എരിയത്തില്ല എങ്കിൽ കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ മിക്സാക്കി തിരുമ്മി എടുക്കണം. നല്ലതുപോലെ എല്ലാം മിക്സായി വരണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, 2ാം പാലാണ് ഞാനിപ്പോൾ ചേർത്തത്, 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൽ ഇത് വെന്ത് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വേണം. ബീഫിന് നല്ല വേവുണ്ട്, അതുകൊണ്ട് നമുക്ക് 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്, കറിവേപ്പിലയുടെ. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കറി ലീഫ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുന്നത് നല്ലത്. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പുട്ടുപൊടിയാണ് എടുക്കേണ്ടത്. ഇത് 2 ഗ്ലാസ് പൊടിയുണ്ട്, 2 സ്റ്റീൽ ഗ്ലാസ്. അതിലേക്ക് ഞാനിവിടെ ഒരു 2 നുള്ളി ജീരകവും കുറച്ച് ഒരു കുടത്തിൻ്റെ പകുതി വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ജീരകം നല്ലതുപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തത്. കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ അരഞ്ഞു കിട്ടും. ജീരകം അരയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജീരകം നല്ലതുപോലെ അരഞ്ഞില്ലെങ്കിൽ വിചാരിക്കുന്ന പോലെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങളുടെ മിക്സിയിൽ നല്ലതുപോലെ അരയുന്നെങ്കിൽ നിങ്ങൾ ജീരകവും വെളുത്തുള്ളിയും കൂടെ മാത്രം ഇട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. തേങ്ങ കൂടുന്തോറും ടേസ്റ്റ് കൂടും എന്ന് കരുതി ഒരുപാട് അങ്ങ് ഇടണ്ട. ഒരു കപ്പ് ഇട്ടാൽ മതിയാവും. ഞാനിവിടെ 1 ഗ്ലാസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് നല്ലപോലെ തിളച്ച വെള്ളം തന്നെ വേണം. ഇത് ഒരുപാട് പേർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരാളുടെ സഹായം കൂടെ വേണം. ഞാനിവിടെ 2 ഗ്ലാസ് പൊടി എടുത്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിലേറ്റവും വലിയൊരു പ്രോസസ്സ്. ഈ പിടി ഉണ്ടാക്കി അത് ബോൾസ് ആക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആ ബോൾസ് ആക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം, ജീരകവും വെളുത്തുള്ളിയും കൂടെ. ഒരുപാട് കൂടരുത് ജീരകവും വെളുത്തുള്ളിയൊക്കെ, എങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ചുവയായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന വലിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതാണെങ്കിൽ ഒരു 5 വെളുത്തുള്ളി മതിയാവും 2 ഗ്ലാസ്സിന്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വലിയൊരു തവിയിലാണ് ഒഴിക്കുന്നത്. അതിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ ഇടിയപ്പമൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ്. ആദ്യം ഇങ്ങനെ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ കുഴച്ച് ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഒരുപാട് പേർക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ 2 കിലോ 3 കിലോ ഒക്കെ പൊടി
ഒന്നിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പും കൂടെ വേണം, അല്ലാതെ തന്നെ ചെയ്യാൻ പാടായിരിക്കും. കാരണം നല്ലതുപോലെ ചൂടാണ്, കൈ നല്ലതുപോലെ പൊള്ളും. നല്ലതുപോലെ മയമായിട്ട് കുഴച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പാത്രത്തിൽ തന്നെ വെച്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പുട്ടുപൊടി തന്നെ എടുക്കാൻ ശ്രമിക്കണം. പുട്ടുപൊടി എടുക്കുന്നതാണ് നല്ലത്, അല്ലാതെ മറ്റുള്ള ഇടിയപ്പ പൊടിയൊന്നും എടുക്കരുത്. നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണം. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രോസസ്സ്. നല്ല ക്ഷമ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ ചെറിയ എമൗണ്ട് പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത്ര സമയമൊന്നും വേണ്ടി വരത്തില്ല. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു, ഇതിലും കുഞ്ഞാക്കിയാൽ അത്രയും നല്ലത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു, ഒട്ടും ക്രാക്സ് ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ റൗണ്ട് ആക്കി എടുക്കണം. ഒട്ടും പൊട്ടലോ ഒന്നും വരരുത്. നല്ല ഫിനിഷിംഗ് ആയിട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കണം. ഞാനിവിടെ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റായി. നല്ല സമയമുള്ളൊരു ദിവസം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇത്രയും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന അത്ര ഒരു ഉരുള മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് ഈ പിടി ഉണ്ടാക്കുമ്പോൾ പിടി നല്ലതുപോലെ കുറുകി കിട്ടാനായിട്ട് അതൊരു ചൂടുവെള്ളത്തിലൊന്ന് കലക്കി നല്ലതുപോലെ കട്ടയില്ലാതെ കലക്കി ചേർക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിത് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഈസിയാണ്. ഈ ഒരു റൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സമയമേ ഉള്ളൂ. പിടി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഓൾറെഡി ഇത് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഈ മാവ് വെന്ത് വരും. പിന്നെ നമ്മൾ വീണ്ടും ഇട്ട് തിളപ്പിക്കുക ചെയ്യുന്നത്. ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോൾ ഉരുട്ടുമ്പോൾ തന്നെ പൊടിയും ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കണം. അത് നല്ലതായിരിക്കും തമ്മിൽ ഒട്ടാതിരിക്കാൻ. പുട്ടുപൊടി തന്നെ തൂവി കൊടുക്കുക. ഇതൊക്കെ ഉണ്ടോ? ഇനി ഇത് അവിടെ ഇരിക്കട്ടെ കുറച്ച് സമയം. നമുക്ക് ഇനി അടുത്ത കറിയിലേക്ക് പോകാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരട്ടെ. റോസ്റ്റായി വന്നതിന് ശേഷം നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ബാക്കിയിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നമ്മൾ പകുതി കറിയിൽ ചേർത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളകൊക്കെ, അതിൻ്റെ ബാക്കിയാണിത്. പിന്നെ നമ്മൾ കറിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പം നോക്കിയിട്ട് കുറച്ചിട്ടാൽ മതി. സവാളയ്ക്ക് വേണ്ടി ഒരു അല്പം ഉപ്പിട്ട്
കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സവാള വാടി വരാൻ വേണ്ടി മാത്രം അല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതാ ഇപ്പം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വരണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയായത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, ഇത്രയും ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഓൾറെഡി കുരുമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. ഇത് പാൽക്കറി ആയതുകൊണ്ട് ഒരുപാട് സ്പൈസി വരത്തില്ല, അതുകൊണ്ട് ഞാൻ 1/2 സ്പൂൺ കൂടെ ചേർത്തത്. എല്ലാം ഹീപ്ഡ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്ന പൊടി, ലെവലായിട്ടല്ല. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം സ്പൈസ് വേണോ അതനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ബീഫാകുമ്പോൾ പെരുംജീരകമൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. പെരുംജീരക പൊടി ഇല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി. അത് ആദ്യമേ തന്നെ ഇടണം. പിന്നെ ഇതിലേക്ക് 1 തക്കാളി ഇട്ടിരിക്കുന്നത്. ഇത് പുളിയില്ലാത്ത തക്കാളിയാണ്. ഒരുപാട് പുളി ഉണ്ടെങ്കിൽ 1/2 തക്കാളി മതിയാവും. നോക്കിയിട്ടിടുക. ഇപ്പം നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി നല്ല മണമാണിപ്പം. ഇനി ഇതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് എല്ലാം വരൂ. നല്ല ടേസ്റ്റാണ്, കാരണം തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് വെന്തതാണ്. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിച്ചിട്ടില്ല, ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ ഇത് മൊത്തം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ആയി വരണം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വേണ്ട എങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാം. ഇനി ഇത് തിളച്ച് നല്ലതുപോലെ കുറുകി വരണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബീഫിൽ ഇത് കിടന്ന് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇത് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. പിടി ഉണ്ടാക്കാനായിട്ട് തിളച്ച വെള്ളം തന്നെ വേണം, നല്ലപോലെ വെട്ടി തിളച്ച വെള്ളം. ഇതിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി ഇട്ട് കൊടുക്കാം. ബോൾസ് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടിപ്പോവൊന്നുമില്ല, ഇത് നല്ലതുപോലെ തിളച്ച് വരണം. ഇതിൻ്റെ പാകമെന്ന് പറഞ്ഞാൽ ഇത് പൊങ്ങി വരും, തിളച്ചിട്ട് പൊങ്ങി ഇരിക്കും, അതാണ് ഇതിൻ്റെ പാകം. പിന്നെ ഇളക്കുകയാണെങ്കിൽ തന്നെ തവിയുടെ ബാക്ക് സൈഡ് ഇതുപോലുള്ള എന്തെങ്കിലും കോല് വെച്ച് ഇളക്കാവുള്ളൂ, അല്ലാതെ ഇളക്കരുത്. ഇപ്പോൾ ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ലതുപോലെ തിളക്കട്ടെ. നല്ലതുപോലെ അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയൊരു ഉരുള മാവാണ്. അത് ഞാൻ ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കട്ടയില്ലാതെ കലക്കിയതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലപോലെ കുറുകി വരും, അപ്പോൾ നല്ലതാണ്. ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുകയേ ചെയ്യാവുള്ളൂ.
ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമ്മുടെ കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നല്ലതുപോലെ ആയിട്ടുണ്ട്. ഈ ആവിയിൽ നല്ല മണം ആ കറി ആയതിൻ്റെ. നമ്മൾ തന്നെ പൊടിച്ച ഗരം മസാലയൊക്കെ ചേർക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഇതാ കണ്ടോ, നിങ്ങൾക്ക് ഇനിയും ഇത് കുറുകണം എങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പൊട്ടറ്റോയൊക്കെ. പിന്നെ പൊട്ടറ്റോ നിങ്ങൾക്ക് ഇതിൽ ഉടച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം, നല്ലതാണ്. ഈ കറി ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളമാണ് ഇത് കുറുകിയെടുക്കണം അത്രയും നിങ്ങൾ തിളപ്പിക്കണം. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അരക്കപ്പിന് അടുത്ത് ഒന്നാം പാലാണ് ചേർത്തിരിക്കുന്നത്. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അധികം നേരം ഇട്ടേക്കരുത്. പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ചൂടായാൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് ഇനിയും ഇത് കുറുകണമെങ്കിൽ ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ അത് ചെയ്യണം. പിന്നെ ലാസ്റ്റായിട്ട് ചുമന്നുള്ളി, ഒരു 2-3 ചുമന്നുള്ളി ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി ഇടണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിടൂ, ഇല്ലെങ്കിൽ അത്രയും ഒന്നാം പാൽ ഒഴിക്കുന്നിടം തൊട്ട് നിർത്തുക. നമ്മൾ ആദ്യം തന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ടാണല്ലോ ഉണ്ടാക്കി, അതുകൊണ്ടാണ് ലാസ്റ്റ് കടുകൊന്നും തളിച്ചിടാത്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര മണമാണ്. ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിടിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പിടിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, നല്ലതുപോലെ കുറുകി. നമ്മൾ ലാസ്റ്റ് ആ ചൂടുവെള്ളത്തിൽ മാവ് കലക്കി ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ നല്ലതുപോലെ കുറുകി വന്നത്. ഇതാ കറിയും റെഡിയായി. ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പത്തിൻ്റെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യൂ. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് എല്ലാം അയയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.